മലയാള സിനിമയിൽ എക്കാലവും ക്ലീൻ ഇമേജ് കാത്തു സൂക്ഷിച്ചിരുന്ന വ്യക്തിയായിരുന്നു പ്രേം നസീർ. മലയാളത്തിൽ നിത്യഹരിത നായകൻ എന്ന പദവിക്ക് ഒരാൾ മാത്രമേ ഇപ്പോഴും അർഹനായിട്ടുള്ളൂ. അത് പ്രേം നസീറാണ്. നിത്യഹരിത നായകൻ തന്നെയായിരുന്നു പ്രേം നസീർ. പല തലമുറയ്ക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചു. സത്യൻ മുതൽ മോഹൻലാൽ വരെയുള്ള തലമുറയ്ക്കൊപ്പം അദ്ദേഹം അഭിനയിച്ചു. തൻ്റെ ഇമേജ് പൊതുജന മധ്യത്തിൽ താറടിക്കുന്നത് പ്രേം നസീർ എപ്പോഴും തടഞ്ഞിരുന്നു. ഷീലയുമായുള്ള പ്രണയം ഉദാഹരണം. ഷീലയ്ക്ക് പ്രേം നസീറിനെ വലിയ ഇഷ്ടമായിരുന്നു. പ്രേം നസീറുമായി വിവാഹം കഴിക്കാൻ ഷീല ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പ്രേം നസീർ തൻ്റെ കുടുംബത്തെയാണ് ഒന്നാമതായി കണ്ടത്. ഷീലയെ പ്രേം നസീർ തിരസ്കരിച്ചു. തുടർന്ന് ഷീലയും പ്രേം നസീറും തമ്മിൽ പിണങ്ങിയതും ജയഭാരതിയും വിജയശ്രീയും ഒക്കെ പ്രേം നസീറിൻ്റെ നായികമാരായി എത്തിയതും ഒക്കെ ചരിത്രം. പ്രേം നസീർ ഒരുപാട് മാനസിക സംഘർഷം അനുഭവിച്ച ഒരു സിനിമയെ പറ്റിയാണ് സിനിമ കേരള പറയുന്നത്. 1981 റിലീസായ കടത്ത് എന്ന ചിത്രം. പ്രേം നസീറിനോടൊപ്പം അന്നത്തെ യുവനടൻ അല്ലെങ്കിൽ റൊമാൻറ്റിക് ഹീറോ ശങ്കറും സോമനും ഒക്കെ ഈ ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു. സോമനായിരുന്നു ഈ ചിത്രത്തിലെ ആൻറ്റി ഹീറോ. TG രവിയായിരുന്നു ഈ ചിത്രത്തിലെ വില്ലൻ. കടത്ത് PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു. വലിയ താരനിരയെ വെച്ച് PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത കടത്ത് സാമാന്യം നല്ല വിജയം നേടിയ ചിത്രം കൂടിയായിരുന്നു. കടത്ത് പ്രേം നസീറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സംഘർഷങ്ങൾ അദ്ദേഹം അനുഭവിച്ച ചിത്രം കൂടിയായിരുന്നു. പ്രേം നസീർ എപ്പോഴും തന്നെക്കാൾ വളരെ പ്രായം കുറഞ്ഞ നടിമാരുമൊത്ത് അഭിനയിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ സ്പർശിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം തൻ്റെ മകളുടെ പ്രായമുള്ള നടിമാരോടൊപ്പമൊക്കെ പ്രേം നസീർ അഭിനയിച്ചിട്ടുണ്ട്. ഉണ്ണിമേരിയുമായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. കടത്തിൽ പ്രേം നസീറിൻ്റെ നായിക സുമലതയായിരുന്നു. സുമലത മലയാള സിനിമയിൽ കടന്നു വരുന്ന സമയം, തെലുങ്ക് നാട്ടിൽ നിന്നും മലയാള സിനിമയിലെത്തി മലയാളത്തിൽ സുമലത സജീവമാകുന്ന കാലം. കടത്തിലെ ഏറ്റവും ഹൈലൈറ്റായ ഒരു സീൻ, മഴ പെയ്യുന്ന രാത്രിയിൽ സുമലതയുടെ തുടയിൽ തടവുന്ന പ്രേം നസീർ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ രംഗമാണ്. സുമലതയുടെ തുടയിൽ തടവാൻ പ്രേം നസീർ മടിച്ചു. പക്ഷേ സംവിധായകൻ PG വിശ്വംഭരൻ പ്രേം നസീറിനോട് അഭ്യർത്ഥിച്ചു. ഇങ്ങനെ ഒരു സീൻ സിനിമയ്ക്ക് അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ട് നസീർ സാർ ഇത് ചെയ്യണം. മടിച്ചാണ് നസീർ സുമലതയുടെ തുടയിൽ തടവിയത്. നസീർ സുമലതയുടെ തുടയിൽ തടവുന്ന സീൻ കടത്തിലെ ഹൈലൈറ്റായി മാറി. റോജ രമണിയൊക്കെ അതിൽ അത്യാവശ്യം ശരീര സൗന്ദര്യം പ്രകടിപ്പിച്ചുവെങ്കിലും നസീറും സുമലതയും തമ്മിലുള്ള ഈ കിടപ്പറ രംഗമാണ് കടത്തിൽ ഹൈലൈറ്റായി മാറിയത്. കടത്ത് സാമാന്യ വിജയം നേടാനുള്ള കാരണവും ഈ രംഗമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. കാരണം ഒരു ലോജിക്കുമില്ലാത്ത ഒരു സിനിമയായിരുന്നു കടത്ത്. അത്യാവശ്യം പ്രേം നസീറിൻ്റെ താരമൂല്യം വിനിയോഗിച്ച് PG വിശ്വംഭരൻ സംവിധാനം ചെയ്ത ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. പ്രേം നസീറിൻ്റെ താരമൂല്യത്തെ നന്നായി ചൂഷണം ചെയ്ത ചിത്രം എന്ന് വേണമെങ്കിലും പറയാം.
ശങ്കർ പ്രേംനസീറിന് തുല്യമായ റോളിൽ ഉപനായക വേഷത്തിൽ കടത്തിൽ എത്തിയിരുന്നു. ടി.ജി. രവിയുടെ വില്ലൻ കഥാപാത്രം ഈ ചിത്രത്തിൽ ശ്രദ്ധേയമായിരുന്നു. മാത്രമല്ല, ഈ ചിത്രത്തിലെ സംഘടന രംഗങ്ങളിൽ പ്രേംനസീർ ഡ്യൂപ്പിനെ കൂടാതെ അഭിനയിച്ചതും അന്ന് വലിയ വാർത്തയായി മാറിയിരുന്നു. പ്രേംനസീറിൻ്റെ മഹാമനസ്കതയാണ് ഈ ചിത്രത്തിലെ പിന്നാമ്പുറ കഥകളിൽ നിന്ന് തെളിയുന്നത്. സുമലതയ്ക്ക് പ്രേംനസീറിൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ. മകളുടെ പ്രായമുള്ള സുമലതയുടെ തുടയിൽ പിടിക്കുക എന്നുള്ളത് പ്രേംനസീറിനെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക്കുള്ള പരിപാടിയായിരുന്നു. പക്ഷേ പി.ജി. വിശ്വംഭരനോടുള്ള വാത്സല്യം കാരണം പ്രേംനസീർ ആ സീൻ ചെയ്തു. എന്തായാലും കടത്ത് യൂട്യൂബിലുണ്ട്. കടത്ത് അത്യാവശ്യം പ്രേംനസീറിൻ്റെ ഹീറോയിസം നന്നായി വിനിയോഗിച്ചെടുത്ത ചിത്രമായിരുന്നു. മാത്രമല്ല, ആ ചിത്രം സാമാന്യ വിജയവും നേടി.